നമ്മുടെ നഗരങ്ങൾ ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും കൂറ്റൻ കെട്ടിടങ്ങൾ, വിശാലമായ റോഡുകൾ, പുതിയ ഫ്ലൈ ഓവറുകൾ. ഇതിനെയാണ് നമ്മൾ ആധുനിക നഗരം എന്ന് വിളിക്കുന്നത്. പുതിയ റോഡുകളും പാലങ്ങളും പണിയുന്നതാണോ നഗരവികസനത്തിന്റെ ഏക ലക്ഷ്യം? ദ വയർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം മുൻനിർത്തി എന്താണ് യഥാർത്ഥ നഗരവൽക്കരണം എന്ന് നമുക്കൊന്ന് നോക്കാം. പലപ്പോഴും വികസനമെന്ന വാക്കിനെ നമ്മൾ കോൺക്രീറ്റ് നിർമ്മാണങ്ങളുമായി തെറ്റായി കൂട്ടിമുട്ടിക്കുന്നു. കാറുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കൂടുതൽ റോഡുകളും ഫ്ലൈ ഓവറുകളും പണിയുന്നത് ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. ഇൻഡ്യൂസ് ഡിമാൻഡ് എന്നൊരു സിദ്ധാന്തമുണ്ട്. അതായത് റോഡുകളുടെ എണ്ണം കൂടുന്തോറും കൂടുതൽ ആളുകൾ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. ഫലമോ പഴയതിനേക്കാൾ വലിയ ഗതാഗതക്കുരുക്ക്. നമ്മുടെ നഗരങ്ങൾ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചില്ല, മറിച്ച് മനുഷ്യർക്ക് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിലായിരിക്കണം രൂപകൽപ്പന ചെയ്യേണ്ടത്. വെറും ഫ്ലൈ ഓവറുകൾ പണിയുന്നതിലൂടെ നഗരത്തിന്റെ ഭംഗി വർദ്ധിച്ചേക്കാം, പക്ഷേ സാധാരണക്കാരന്റെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ എന്താണ് നഗരവൽക്കരണത്തിന്റെ ശരിയായ വഴി? പൊതുഗതാഗതം. ആധുനിക നഗരങ്ങൾ മുൻഗണന നൽകേണ്ടത് മെട്രോ, ബസ് സർവീസുകൾ, സൈക്കിൾ പാതകൾ എന്നിവയ്ക്കാണ്. സ്വകാര്യ കാറുകൾക്ക് പകരം കാര്യക്ഷമമായ പൊതുഗതാഗതം ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കണം. വാക്കിംഗ് സ്പേസ്. കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും സുരക്ഷിതമായ സൗകര്യങ്ങൾ ഒരുക്കണം. ഒരു നഗരം എത്രത്തോളം വാക്കബിൾ ആണ് എന്നതിലാണ് അതിൻ്റെ വിജയം. പരിസ്ഥിതി സൗഹൃദം. കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ തുറസായ സ്ഥലങ്ങളും പാർക്കുകളും ജലാശയങ്ങളും സംരക്ഷിക്കപ്പെടണം. നഗരത്തിലെ താപനില കുറയ്ക്കാനും ശുദ്ധവായു ഉറപ്പാക്കാനും ഇത് അത്യാവശ്യമാണ്. സാമൂഹിക സമത്വം. നഗരത്തിലെ വിഭവങ്ങളും സൗകര്യങ്ങളും സമ്പന്നർക്ക് മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ ലഭ്യമാകണം. ചേരി നിർമ്മാർജ്ജനവും കുറഞ്ഞ ചെലവുള്ള ഭവന പദ്ധതികളും ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ പ്ലാനിംഗ് രീതികളിൽ മാറ്റം വരണം. കെട്ടിട നിർമ്മാതാക്കളുടെ ലാഭത്തിനപ്പുറം ആ നഗരത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിലാവണം ശ്രദ്ധ. ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം, ശുദ്ധജല ലഭ്യത എന്നിവയാണ് ഫ്ലൈ ഓവറുകളേക്കാൾ മുൻഗണന അർഹിക്കുന്നത്. മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കമുണ്ടാകുന്ന നഗരങ്ങളിൽ എത്ര വലിയ പാലങ്ങൾ പണിതിട്ടും കാര്യമില്ലല്ലോ. ചുരുക്കത്തിൽ, ആധുനിക നഗരമെന്നാൽ കിലോമീറ്ററുകൾ നീളുന്ന ഹൈവേകളല്ല, അത് വായുസഞ്ചാരമുള്ള, സുരക്ഷിതമായ, സാധാരണക്കാരന് ആശ്വാസം നൽകുന്ന ഒരിടമായിരിക്കണം. സിമന്റും മണലും മാത്രമല്ല, മനുഷ്യരുടെ ആവശ്യങ്ങളും വികാരങ്ങളും കൂടിച്ചേരുന്നതാകട്ടെ നമ്മുടെ നഗര വികസന സങ്കല്പങ്ങൾ.